ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ സംഭവബഹുലമായിട്ടുള്ള ദിവസമായിരുന്നു കേട്ടോ. കാലത്തെ എൻ്റെ മുറ്റടിച്ച് പാത്രം കഴുകി കാപ്പിയൊക്കെ വെച്ച് ആ കുടിയും കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് കോഴിക്ക് തീറ്റിട്ട് കൊടുക്കണമെന്ന് വെച്ച് കോഴിക്ക് തീറ്റിട്ട് കൊടുത്തപ്പോൾ നിറച്ച് കാക്കകളും വന്നിരുന്നു. കഞ്ഞിക്കുള്ള വെള്ളം വെച്ച് ഒരു എന്താ പറയുക റോബസ്റ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ നുറുക്കി പിള്ളേർക്ക് കൊടുത്ത്. പിന്നെ ബീട്രൂട്ട് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ബീട്രൂട്ട് എടുത്തു, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കുനുകുനുന്നനിങ്ങനെ അരിയാണ് കേട്ടോ. അപ്പോൾ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഫോൺ വന്നു. ഞങ്ങൾ ഒരു 2-3 സാധനങ്ങൾ തിരിയുടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നു എന്നും പറഞ്ഞിട്ട് അവർ വിളിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് ധൃതിയാണ് പണിക്ക്. അപ്പോൾ ഞാൻ ചക്കരയെ കൊണ്ട് തേങ്ങയൊക്കെ പൊതിപ്പിച്ചു, അവരെ കൊണ്ട് തന്നെ എന്താ പറയുക ചിരകിപ്പിച്ചു കേട്ടോ. അതിപ്പോൾ അവർക്ക് ഞാൻ സബോളയും 2-3 പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുള്ള കൂട്ടാണ് ഈ കാണുന്നത്. അതിലേക്ക് ഞാൻ കുനുകുനുന്ന് അരിഞ്ഞ് വെച്ച് നമ്മുടെ കാബേജും കൂടി ഇട്ടു. ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ കടുക് ഇട്ടു. ഇപ്പോൾ ഇത് വേപ്പിൻ്റെ ഇലയിടാണ്. അതിലേക്ക് 2 ഉണക്കമുളകും കൂടി ഇട്ട് പൊട്ടിച്ചു. ഈ കൂട്ടി വെച്ചിരിക്കുന്ന കൂട്ടും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി തോർത്തിയെടുക്കാം. നല്ല ബീട്രൂട്ട് തോരനാണ്, നല്ല ടേസ്റ്റാട്ടോ. ഇവിടെ പിള്ളേർക്ക് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് പലപ്പോഴും സമയം കിട്ടാത്ത കാരണം, മെനക്കെടാനായിട്ടുള്ള സമയം കിട്ടാത്ത കാരണം ഞാൻ വല്ലപ്പോഴേക്കും ഇങ്ങനത്തെ ചെയ്ത് കൊടുക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ചിലവർക്ക് ബീട്രൂട്ട് എന്ന് കാണുമ്പോൾ തന്നെ ഒരു മടുപ്പാണ്, പിള്ളേർക്കാണെങ്കിലും ആർക്കാണെങ്കിലും. പക്ഷേ ഇതുപോലെ തോരൻ തേങ്ങയൊക്കെ ഇട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ നോക്കി കഴിയുമ്പോൾ മഴ പെയ്തു തുടങ്ങി. തുണി അലക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. അപ്പോൾ അടുത്തത് ഞാൻ എരിശ്ശേരി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ പയറുണ്ട്, ഇന്നലെ മത്തങ്ങ വാങ്ങിച്ചായിരുന്നു. അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മത്തങ്ങ റെഡി മണിയാക്കി എടുക്കാനല്ലോ വിചാരിച്ചിട്ട് ഞാൻ പയർ കുറച്ച് നേരം വെള്ളത്തിലിട്ടു. അപ്പോൾ അതൊരു 10-15 മിനിറ്റ് ആയപ്പോഴേക്കും മത്തങ്ങ റെഡിയായിരുന്നു. അപ്പോൾ മത്തങ്ങയും കൂടി ഞാൻ ഇട്ട് കഞ്ഞി വെന്ത അടുപ്പ് ഒഴിഞ്ഞു കിടപ്പായിരുന്നു. അപ്പോൾ അരിക്ക് വേഗം ഇട്ട് അപ്പോഴും എന്നെ മറ്റേ തേനിയിൽ നിന്ന് വന്ന പാഴ്സൽ വണ്ടിക്കാർ വിളിച്ചുകൊണ്ടിരിക്കണം കേട്ടോ, വേഗം വായു ചേച്ചി ഞങ്ങൾക്ക് പോകണമെന്നും പറഞ്ഞിട്ട്. പക്ഷേ ഇത് ചെയ്ത് വെച്ചില്ലെങ്കിൽ ശരിയാവില്ല, ഉച്ചയാകാറാവും ചെയ്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേഗം തേങ്ങ ചിരകിയിട്ട് അതിന് പകുതി ഞാൻ അരയ്ക്കാനായിട്ടും പകുതി ആ കടുക് പൊട്ടിക്കണേലേക്ക് ഇടാനായിട്ടും മാറ്റി വെച്ചു കേട്ടോ. അപ്പം അതിൻ്റെ ഉള്ളിലേക്കുള്ള ചേരുവയായിട്ട് ഞാൻ എടുത്തത് ഒരു 4-5 ചുവന്നുള്ളിയും 2-3 വെളുത്തുള്ളി എടുത്തു. ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഞാനത് അരച്ചെടുക്കുകയാണ്. അതിലേക്ക് ഒരു 4 പച്ചമുളകും കൂടി ഇട്ടു കേട്ടോ. ശരിക്കും ചതച്ചാണ് ഞാൻ എടുത്തത്, പക്ഷേ ശരിക്കും അരച്ചെടുക്കണം കേട്ടോ, നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ എണ്ണ തിളച്ച് കടുക് വെട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനായിരിക്കും ആ തേങ്ങാപ്പീര കുറച്ച് മാറ്റി വെച്ചില്ലായിരുന്നു, അതെടുത്തിട്ടു. അപ്പോൾ അതിലേക്ക് ഞാൻ പച്ചമുളകല്ല ഉണക്കമുളകും വേപ്പിൻ്റെ ഇലയും എല്ലാം കൂടിയിട്ട് കടുക് പൊട്ടിച്ചെരിക്കിട്ടിട്ടായിരിക്കും ഈ നമ്മൾ വെന്ത് വെച്ച പയറും അതുപോലെ തന്നെ എന്താ പറയുക മത്തങ്ങയും കൂടി എടുത്തിട്ടു. കണ്ടോ, ഒരുത്തി ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അത് കോരി ഇടുന്നത് കേട്ടോ. അത് കഴിഞ്ഞ വഴിക്കാണ് ഞാൻ എന്ത് ചെയ്തു, പാഴ്സൽ വന്ന് പറഞ്ഞ് ഇനി അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പം എൻ്റെ വണ്ടി വന്ന് നിന്നു കേട്ടോ. ഞങ്ങൾ ഇറക്കിയപ്പോൾ ഒരു ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പുറത്ത് സ്കൂട്ടറൊക്കെ നന്നാക്കുന്ന ഒരു ചേട്ടൻ്റെ കടയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു വേസ്റ്റ് ബോർഡ് തന്നു. ഞാനൊന്നും കഴിച്ചില്ലായിരുന്നു. അപ്പോൾ ഒരു ജ്യൂസ് വാങ്ങിച്ച് കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും വീണ്ടും തിരിച്ചു വന്നു. അപ്പോൾ ചേട്ടൻ വരാമെന്ന് പറഞ്ഞാൽ ചേട്ടനെ നോക്കി നിൽക്കുന്ന പോസ്റ്റായിട്ട് നിൽക്കുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ ഈ കാണുന്നത്. അങ്ങനെ ഞാൻ ഒരു കൊറിയർ പോസ്റ്റ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ DTDCയിൽ ചെന്ന് കൊറിയർ പോസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞെങ്കിൽ ചങ്ങനാശ്ശേരി വരെ പോകണമായിരുന്നു കേട്ടോ. ചങ്ങനാശ്ശേരിയിൽ ഞാൻ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ഇതാണ് ഇന്നത്തെ എൻ്റെ സ്റ്റോറി. താങ്ക് യു.